ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واخفض جناحك لمن اتبعك من المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي نفسي أولا بتقوى الله സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളാൽ കഴിയുന്നവരും കൃത്യമായി സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്കേവർക്കും പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാൾ നല്ല മനുഷ്യനാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അയാളുടെ വേഷം നോക്കിയിട്ടല്ല, അയാൾ നല്ല സമ്പത്തുള്ള ആളാണ്, വലിയ തറവാടിയാണ് എന്ന് നോക്കിയിട്ടുമല്ല, മറിച്ച് ആ മനുഷ്യൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് അയാൾ നല്ലവനാണ് എന്ന്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൽസ്വഭാവികളായി തീരാൻ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണം. നല്ല ദീനൊക്കെ ഉണ്ട്, നല്ല ദീനിയാണ്, എല്ലാ ജമാഅത്തിനും പള്ളിക്കലേക്ക് പോകുന്നവനാണ്, ഉംറക്കും ഹജ്ജിനൊക്കെ നിർവഹിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അയാളുടെ സ്വഭാവം ഒന്നിനും കൊള്ളൂല എന്ന് നമ്മളെപ്പറ്റി ആരെങ്കിലും പറയുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പരിപൂർണനായ ഒരു മുസ്ലിം ആയിട്ടില്ല, മുഅ്മിനായിട്ടില്ല എന്ന്. നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കിയെടുക്കണം. നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വെറുപ്പായിട്ട് മാറാൻ പാടില്ല. അത് വീട്ടിലോ തന്നെ വേണം. നാട്ടിലൊക്കെ നല്ല സ്വഭാവമുള്ള ആളാണ്, എല്ലാവർക്കും ജനപ്രീതി നേടിയ വ്യക്തിയാണ്. പക്ഷെ കുടുംബത്തിൽ വീട്ടിൽ ചെന്നാൽ മക്കൾക്കും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും അദ്ദേഹത്തെ കൊണ്ട് ഒരു നിലക്കുള്ള ഉപകാരമില്ല എന്ന് മാത്രമല്ല എപ്പോഴും ഉപദ്രവമാണ് എന്ന നിലക്കുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് കഴിഞ്ഞു പോകേണ്ടവനല്ല, നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് പോകണം. ആ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുപാട് പുണ്യം നമുക്ക് ആവശ്യമാണ്, നന്മകൾ ആവശ്യമാണ്. ആ നന്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മയാണ് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ എന്താണ് പുണ്യം എന്ന് പറഞ്ഞാൽ? റസൂൽ പറഞ്ഞു കൊടുത്തു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, പുണ്യം എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം,
സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ് അൽ ജന്ന, അധികം ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായിട്ട് എന്താണുള്ളത് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞു, ഫഖാല തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ്. ഒന്ന് തഖ്വയാണ്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയപ്പാടോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. രണ്ടാമത് പറഞ്ഞ എന്താ? വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാകുന്നു. നാളെ നമ്മുടെ നന്മകളൊക്കെ തൂക്കി നോക്കും തുലാസിലിട്ടിട്ട് മീസാനിൽ. ആ മീസാനിൽ നമ്മുടെ മറ്റുള്ള കർമ്മങ്ങളെക്കാൾ കനം തൂങ്ങുന്ന ഒന്നുണ്ട്. റസൂൽ പറയുന്നു, മാ മിൻ അഫ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമിൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുൽഖ്. സൽസ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന ഒരു നന്മ ഒരൊറ്റ മനുഷ്യനും യൗമുൽ ഖിയാമിൽ ഉണ്ടാവുകയില്ല എന്ന്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ പഴിചാരുന്നൊരവസ്ഥ ഉണ്ട്. പറയേണ്ട സ്ഥലത്ത് പറയേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് മറ്റുള്ളവർ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പറയും, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അത് മാറ്റാൻ പറ്റൂല. സ്വഭാവം മാറ്റാൻ പറ്റും, സ്വഭാവം മാറ്റാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സമൂഹത്തോടാണ് ഉത്ബോധനം നടത്തിയത്? ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ. നമ്മൾ അത്രയൊന്നും ആയിട്ടില്ലല്ലോ. ആ ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ ദുസ്വഭാവങ്ങളുടെയും അടിമകളായിട്ടുള്ള ആളുകളെ റസൂലുള്ള ഖുർആൻ കൊണ്ട് മാറ്റി. ഈ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ദുസ്വഭാവിയായിട്ട് എന്തെങ്കിലും നിലക്കുള്ള വർത്തമാനങ്ങൾ പെരുമാറ്റങ്ങൾ വന്നുപോകാം. നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ വന്നുപോകാം. അങ്ങനെ വന്നു പോകുമ്പോൾ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ നമ്മുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് ആർക്ക് വേദന ഉണ്ടായോ അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തി വിനയത്തോടുകൂടി സംസാരിച്ച് റബ്ബിനോട് പശ്ചാത്തപിച്ചു വണങ്ങിയാൽ നമുക്ക് റബ്ബ് അത് പുറത്തു തരും. അതല്ലാതെ എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് മാറ്റമില്ലാതെ തുടരുക എന്നതല്ല. സൽസ്വഭാവിയായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തരും സാധിക്കണം. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഒന്ന്, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു, പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു, വിശ്വാസികൾ സമൂഹം നമ്മളെ ഇഷ്ടപ്പെടുന്നു. മാത്രവുമല്ല, സ്വർഗത്തിൽ ഈ ഹുസ്നുൽ ഖുൽഖ് കൃത്യമായി കൊണ്ടു നടക്കുന്നവർക്ക് അവർക്ക് പിന്നെ വീടുണ്ട് എന്ന്. വബൈത്തിൻ ഫി അഅ്ലൽ ജന്ന, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലത്തൊരു ഭവനമുണ്ട്. ആർക്കാ? ലിമൻ ഹസ്സന ഖുൽഖഹു, ആരാണോ അവൻ്റെ സ്വഭാവം നന്നാക്കിയത് അവനാകുന്നു എന്നവർ. അവന് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലത്ത് വീട് ഉണ്ടാക്കി കൊടുക്കും. ഒരു ഹദീസിൽ കാണാം, ഇന്നൽ ഫുഹ്ശ വത്തഫഹുശു ലൈസ മിനൽ ഇസ്ലാം. നീചവൃത്തി, വൃത്തികേട്, അത് വിളിച്ചു പറയലും അത് ചെയ്യലും അത് ഇസ്ലാമികമല്ല. അങ്ങനൊന്നും ഇസ്ലാമിലില്ല. മനുഷ്യരിൽ ഏറ്റവും നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ളവനാകുന്നു എന്ന്. നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് ഏറ്റവും നല്ല മുസൽമാൻ. ഇനി ഈമാൻ പൂർണ്ണമാണെങ്കിലോ റസൂൽ പറയാണ്, അക്മൽ മുഅ്മിനീന ഈമാന, ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ അഹ്സനുഹും ഖുലുഖ, അവൻ ഏറ്റവും നല്ല സ്വഭാവിയായിട്ട് മാറണം. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇതൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ്. ആര്? അല്ലാഹുവിന്റെ റസൂൽ. എന്തിനു വേണ്ടി? സ്വർഗം കിട്ടാൻ വേണ്ടി, നരകത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മളെ മെരുക്കിയെടുക്കണം. നമ്മളെ തന്നെ കൃത്യമായി ഉപദേശിക്കണം. എല്ലാ വെള്ളിയാഴ്ചയിലും മാത്രമാണ് പലപ്പോഴും ഉപദേശം കിട്ടുക. ചിലപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് വല്ല വാദവും കേട്ടാൽ അതായി. അതല്ലാത്ത നിലക്ക് നമ്മളെ നിരന്തരമായി ഉപദേശിക്കണം. നീ എന്തിനാണ് ദുനിയാവിലേക്ക് വന്നത്? നിനക്ക് എത്രമാത്രം ഇവിടെ ജീവിക്കാൻ അവസരം അള്ളാഹു തന്നിട്ടും റബ്ബിന് തൃപ്തിയുള്ളവനായി ജീവിക്കുവാൻ എത്ര സമയം വിനിയോഗിച്ചു? നിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ നീ കൃത്യമായി മനസ്സിലാക്കുന്നില്ലേ? അതുകൊണ്ട് നീ പാകപ്പെടണം എന്ന് നമ്മളെ തന്നെ കൃത്യമായി ഉപദേശിക്കണം. അപ്പോഴാണ് നമുക്ക് നേരാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം റബ്ബിനോട് പ്രാർത്ഥിക്കണം. റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്നെ സൃഷ്ടിപ്പ് നന്നാക്കിയ പോലെ എന്റെ സ്വഭാവത്തെ നന്നാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു. നമ്മളും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ സൽസ്വഭാവിയായിട്ട് മാറുക. എന്താ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? അത് ഒരുപാട് സ്വഭാവങ്ങളുടെ ഒരു സമ്മേളനമാണത്. സത്യസന്ധത, ലജ്ജ, വിനയം, മുഖപ്രസന്നത, നല്ലത് പറയുക, ചീത്തത് പറയാതിരിക്കുക, വിട്ടുവീഴ്ച മനോഭാവം, കാരുണ്യത്തോടുകൂടി ദയയോടുകൂടി പെരുമാറുക, ഇതൊക്കെ സൽസ്വഭാവത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങളാണ്. മാത്രമല്ല, ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ചാൽ എന്താണ് സൽസ്വഭാവമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽസ്വഭാവം അത് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രാവർത്തികമാക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് റസൂലിനെ പറ്റി പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന്. ഒരിക്കൽ ആയിഷാ ബീവിയോട് ചോദിച്ചു പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച്. ആയിഷാ ബീവി പറഞ്ഞ മറുപടി എന്താ അറിയോ? ഖാലത്ത് അലൈസ തഖറഉൽ ഖുർആൻ, അല്ല നിങ്ങൾ ഖുർആൻ വായിക്കലില്ലേ? ഖുർആൻ വായിക്കലില്ലേ? ഖാല ബല ഉണ്ട്. ഖാലത്ത് ഖുലുഖുൻ നബി കാന അൽ ഖുർആൻ, എന്നാ പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന്. ഖുർആനായിരുന്നു. ഖുർആന് പഠിക്കുന്ന ആളുകളാകുമ്പോൾ ആ ഖുർആനിൽ വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ വരുമ്പോൾ നമ്മളവിടെ നമ്മളോട് ചോദിക്കണം, ഈ ഖുർആൻ എന്നോടാണ് സംസാരിച്ചത്, പക്ഷേ എൻ്റെ സ്വഭാവവും ഈ ഖുർആൻ്റെ ആയത്തും എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. എന്നിട്ട് ചിന്തിച്ചിട്ട് നാം മാത്രം പോകുന്ന ഖബറിലേക്ക് ആവശ്യമായ അമലുകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെക്കുക. നമ്മളോട് മാത്രം ചോദിക്കുന്ന ആ ഒരു ഖിയാമത്ത് നാളിലെ ആ ഒരു രംഗം ആലോചിച്ച് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സൽസ്വഭാവിയായിട്ട് മാറാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. സൽസ്വഭാവത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വിനയമുള്ളവനാവുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. എന്താ വിനയം എന്ന് പറഞ്ഞാൽ? ആരെക്കാളും ഞാൻ മികച്ചവനല്ല, എന്നെക്കാളും സാമ്പത്തികമായി കുറവുള്ളവരുണ്ട്, അവരെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എനിക്കുള്ള കഴിവിനേക്കാൾ കൂടുതൽ കഴിവുള്ളവർ ഈ ലോകത്തുണ്ട്, ഞാൻ ഒരു കഴിവുമില്ലാത്തവനാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പാവപ്പെട്ടവരെയും ദരിദ്രനെയും അതുപോലെ തന്നെ മുതലാളിയെയും തൊഴിലാളിയെയും മക്കളെയും ഭാര്യയെയും ഇങ്ങനെ നാട്ടുകാരെയും ഒക്കെ കാണുന്ന ഒരവസ്ഥ, അതാണ് വിനയം എന്ന് പറഞ്ഞാൽ. വിനയമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പരിപൂർണനായ ഒരു വിശ്വാസിയാണ് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു. സത്യത്തിന് കീഴൊതുങ്ങുകയും അത് നടപ്പിൽ വരുത്തലുമാകുന്നു വിനയമെന്ന്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ വിനയത്തിൻ്റെ അതിൻ്റെ രൂപത്തെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് കൃത്യമായിട്ട് ഖുർആനും ഹദീസും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇബാദുർ റഹ്മാന്റെ സ്വഭാവമായിട്ട് ഖുർആൻ പറഞ്ഞെന്താ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അവർ അള്ളാഹുവിൻ്റെ ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്നവരാകുന്നതാണ്. വിനയത്തോടുകൂടി നടക്കുന്ന വെറും സാവധാനം നടക്കൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് കൃത്യമായി അദ്ദേഹം കാത്തു സൂക്ഷിക്കും. സംസാരത്തിൽ, ഇടപാടിൽ, പെരുമാറ്റത്തിൽ ഒക്കെ ആ വിനയം ഒരു വിശ്വാസിയിൽ കാണാൻ കഴിയും. പ്രവാചകനോട് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് വഖ്ഫിദ് ജനാഹക ലിമൻ തബഅക മിനൽ മുഅ്മിനീൻ. പ്രവാചകരെ, താങ്കളെ പിൻപറ്റുന്നവർക്ക് താങ്കൾ വിനയത്തിൻ്റെ ചിറക് നിങ്ങൾ താഴ്ത്തി കൊടുക്കുക. പ്രവാചകനിലേക്ക് ആളുകൾ ആകർഷിക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്. റസൂൽ എന്താണോ പറയുന്നത് അത് കൃത്യമായി റസൂൽ പ്രാവർത്തികമാക്കി. അതുകൊണ്ടാണ് ആളുകളൊക്കെ പ്രവാചകനിലേക്ക് അടുത്ത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ റസൂൽ പറഞ്ഞു അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു, നിങ്ങൾ വിനയമുള്ളവരായിട്ട് മാറണം. ഏതുവരെ? നിങ്ങൾ ഒരാളും മറ്റൊരാളോട് ഗർവ് കാണിക്കാൻ പാടില്ല. നമ്മൾ ആരെക്കാളും വലുതല്ല. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് പറന്നു വീണത് എങ്ങനെയാണ് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മളെക്കാൾ ഒരാളെ താഴ്ത്തിക്കെട്ടേണ്ടവനല്ല, നമ്മൾ ആരോടും ഗർവ് കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ, ഒരാളും മറ്റൊരാളുടെ മേൽ അതിക്രമം കാണിക്കാനും പാടില്ല. അത്തരത്തിൽ വിനയമുള്ളവരായിട്ട് നമുക്ക് മാറാൻ കഴിയും. കുടുംബത്തിലൊക്കെ കലഹങ്ങൾക്കും നാട്ടിലെ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താ? പ്രധാനപ്പെട്ട എന്താണ്? വിനയമില്ലാത്തൊരു മനസ്സാളുകൾക്കുള്ളത്. ഒരു വിട്ടുവീഴ്ച മനോഭാവമല്ല. കുടുംബത്തിലെ ജ്യേഷ്ഠനുജന്മാർ തമ്മിൽ പോലും നടക്കുന്ന കലഹങ്ങൾ എത്രയാണ്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളൊക്കെ നാണിച്ച് തലതാഴ്ത്തുകയാണ്. എത്രമാത്രം ഖുർആന്റെ ആയത്തുകൾ അവരുടെ മനസ്സിലേക്ക് കൊടുത്താലും മാറാൻ തയ്യാറല്ലാത്ത കുടുംബങ്ങളുണ്ട്. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റി നിൽക്കുന്നു, പെങ്ങന്മാർ തമ്മിൽ തെറ്റി നിൽക്കുന്നു. മരിച്ച വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് സ്വന്തം ആങ്ങളെ പോലും തെറ്റിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങൾ. ഇതാ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. വിശ്വാസികളെ, ഖുർആൻ പഠിക്കുന്നവരെ, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരെ, നമ്മൾ താഴണം. നമ്മൾ എത്ര കണ്ട് താഴ്ന്നാലും നമ്മൾ ഒരിക്കലും ഉയരാതിരിക്കുകയില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉയർത്തും. അല്ലേ? ചില ആളുകളൊക്കെ നമ്മോട് സംസാരിക്കും, ചിലപ്പോൾ അനിഷ്ടകരമായ രൂപത്തിൽ പല വർത്തമാനങ്ങളും പറയുമ്പോൾ പിശാച് പറയും, എടോ നിന്നല്ല അത് പറഞ്ഞത്, തിരിച്ച് 10 അങ്ങോട്ട് കൊടുക്ക്. പക്ഷേ നമ്മളത് പറയാൻ പാടില്ല. നമ്മൾ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് അപ്പോൾ താഴ്ന്നാലും അല്ലാഹ് നമ്മളെ ഉയർത്തും. അള്ളാഹുവിന്റെ ഉയർച്ച നമുക്ക് വേണ്ടത്. റസൂൽ പറയുന്നു, സദഖ കൊടുത്താൽ അതൊരിക്കലും ധനത്തിൽ കുറവ് വരുത്തൂല. വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ പ്രതാപമല്ലാതെ അള്ളാഹു ഒരടിമക്ക് വർദ്ധിപ്പിക്കുകയില്ല. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് താഴ്ന്നാൽ, വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല. നമുക്ക് വേണ്ടത് പടച്ചവന്റെ സ്ഥാനമാണ്, അള്ളാഹിന്റെ അംഗീകാരമാണ്, ജനങ്ങളുടെ അംഗീകാരമല്ല, കുടുംബത്തിന്റെ അംഗീകാരമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ താഴേണ്ട ഭാഗത്ത് താഴ്ന്നാൽ അള്ളാഹ് നമ്മളെ ഉയർത്തും. റസൂൽ മറ്റൊരു ഹദീസിൽ പറയാ, മൻ തവാലഅ ലില്ലാഹി, ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിച്ചാൽ വറഫഅഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തും. എന്നിട്ട് റസൂൽ പറയുന്നു, ഫീ നഫ്സിഹി സഗീറുൻ, ആ മനുഷ്യനാവട്ടെ അദ്ദേഹത്തിന്റെ നഫ്സിൽ അദ്ദേഹം ചെറുതാണ്, അദ്ദേഹം എപ്പോഴും ചെറുതായിട്ടേ തോന്നുള്ളൂ. അദ്ദേഹം ആരോടും അഹംഭാവം നടിക്കാതെ വിനയത്തോടുകൂടി നിൽക്കും. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം വലിയവനാണ്. ഇത് റബ്ബ് ഉണ്ടാക്കുന്നതാണ്. സ്വയം അദ്ദേഹം ചെറുതാണ്. എവിടെയെങ്കിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ആരെങ്കിലും ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹം പറയും, ഇല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ അങ്ങോട്ട് പോകില്ല, ഞാൻ മുന്നിലെത്തിക്കില്ല എന്നുള്ള ആ രൂപത്തിലുള്ള വിനയത്തിന്റെ ഒരു നിറകുടമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ചെറുതാണെങ്കിലും അള്ളാഹിന്റെ അടുക്കൽ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കൽ അദ്ദേഹം വലിയ മഹത്വമുള്ളവനാണ്. ഒമൻ തകബ്ബറ, ആരെയിൽ കിബ്ർ കാണിച്ചാൽ വദഅഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ താഴ്ത്തും. ഫഹുവ ഫീ അഅ്യുനിൻ നാസി സഗീറുൻ, ജനങ്ങളുടെ കണ്ണിൽ അദ്ദേഹം ചെറുതായിരിക്കും. വഫീ നഫ്സിഹി കബീറുൻ, മൂപ്പരെ വിചാരം എന്താ, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ആളാണ്, ഞാൻ വലിയ ആളാണ് എന്ന് തോന്നലുണ്ടാകും. ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു കെൽബിനേക്കാളും ഒരു ഖിൻസീർ പന്നിയേക്കാളും വളരെ മോശപ്പെട്ടവനായിരിക്കുമെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി താഴ്ന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉയർത്തും. ആ ഒരു താഴ്മയുടെ വിനയത്തിൻ്റെ ഉടമകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിന് നിറകുടമായിരുന്നു. അല്ലേ? പ്രവാചകന്റെ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹിനെ പുകഴ്ത്തുന്നത് പ്രവാചകന് ഇഷ്ടമല്ല, വല്ലാതെ തന്നെ പുകഴ്ത്തല്ല, ഞാൻ അള്ളാഹിന്റെ അടിമയാണ് എന്ന റസൂൽ പറയാ. ഒരു സദസ്സിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആരാ മുഹമ്മദ് എന്ന് ചോദിക്കുക. അപരിചിതരായ ആളുകൾ ആരാ മുഹമ്മദ് ചോദിക്കുമ്പോൾ തന്നെ ആളാണ്. കാരണം തിരിച്ചറിയാനുള്ള പ്രത്യേകമായ ഒരു അടയാളമൊന്നും പ്രവാചകനില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ഇന്നത്തെ കാലത്തെ പണ്ഡിതന്മാരുടെ അവസ്ഥ. ആ പണ്ഡിതന്മാര് അവർ കാറിൽ നിന്ന് ഇറങ്ങി വേദിയിലേക്ക് വരുന്നത് വരെ അവർ ആനയിച്ച് തക്ബീർ ചൊല്ലി കാണുമ്പോൾ ഇവരാണോ പ്രവാചകൻ അനന്തരാവകാശികൾ എന്ന് പറയുന്നത്? ഒരു നിലക്കുമുള്ള ഒരു ജാടയില്ലാത്ത ആളായിരുന്നു, അദ്ദേഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ജാടകളില്ലാത്തവരായിട്ട് നമുക്ക് മാറാൻ കഴിയണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊന്നും വ്യത്യസ്തരല്ല, നമ്മളൊക്കെ എല്ലാവരും കൂടെ ചേരേണ്ടവരാണ്. ഖന്തക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് സഹാബാക്കളൊക്കെ ആകപ്പാട് വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇങ്ങനെ ആ ഹന്തക്കിന്റെ കിഴങ്ങ് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി കൂടാണ്. റസൂലിനോട് പറയാ, റസൂലെ വിശക്കുന്നു. എല്ലാവരും വയറ്റത്ത് ഒരു കല്ലായപ്പോൾ പ്രവാചകന്റെ വയറ്റത്ത് 2 കല്ല്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അദ്ദേഹം പ്രവാചകൻ അവിടുന്ന് ഉറങ്ങി എഴുന്നേറ്റ സമയത്തുണ്ട് ശരീരത്തിൽ അകപ്പാടെ ഈ ഈത്തപ്പനം മട്ടൽ കൊണ്ടുള്ള പായാണല്ലോ, അടയാളം ഇങ്ങനെ വരികയാണ്. റസൂലിൻ്റെ സഹാബാക്കൾക്ക് കണ്ടപ്പോൾ വല്ലാത്ത വിഷമായി. സഹാബാക്ക പറഞ്ഞു, റസൂലെ ഞങ്ങളൊരു മെത്തുണ്ടാക്കി തരട്ടെ, ഒരു കടക്കുണ്ടാക്കട്ടെ. റസൂൽ പറഞ്ഞു, വേണ്ട. മാലി വ മാലി ദുനിയ മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ സുമ്മ റഹ വ തറകഹ. ഏയ് ഞാനും ദുനിയാവും എവിടെ? ഞാനും ദുനിയാവ് എവിടെ? ഈ ദുനിയാവിലുള്ള എൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരൻ താൽക്കാലികമായിട്ട് ഒരു വിശ്രമിക്കുന്ന മരത്തണൽ വിശ്രമിക്കുന്നവനെ പോലെയാണ്. കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് അങ്ങോട്ട് പോകും. ഇതാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ ഉണർത്തുകയാണ്.
വീട്ടിലെ പ്രവാചകന്റെ പെരുമാറ്റം എങ്ങനെയാണ്? ഭാര്യമാരോട് കൂടെ ചേർന്ന് ഭാര്യമാരെ സഹായിക്കും. അത് വിനയത്തിൻ്റെ അടയാളമാണ്. വിനയത്തിൻ്റെ അടയാളമാണ്. നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭാര്യമാരുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് അതിലെന്തെങ്കിലുമൊക്കെ അപാകത വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്ഷേപിക്കലും അല്ലെങ്കിൽ ഈ ഉണ്ടാക്കിയ ഭക്ഷണം എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളും അല്ല. അവരോടുകൂടെ ചേരാൻ, അതാ ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇണയോടുകൂടെ ചേർന്ന് അവളുടെ മനസ്സ് മനസ്സിലാക്കി, അവളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കലാണ്. റസൂലുള്ളാഹിന്റെ മാതൃകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ സഹായിക്കും അടുക്കളയിൽ. അങ്ങനെ സഹായിക്കൽ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്താലോ വേഗം പള്ളിക്ക് പോകും. അല്ല, ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അവിടെ നിൽക്കല്ല പരിപാടി. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പള്ളിയിലേക്ക് പോകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരുന്നു. അങ്ങനെ സമൂഹത്തോടും കുടുംബത്തോടും കുട്ടികളോടും പ്രവാചകന്റെ പെരുമാറ്റം അങ്ങനെയാണ്. കുട്ടികൾക്ക് സലാം പറയുക, കുട്ടികളെ കാണുമ്പോൾ എടുത്ത് ഉമ്മ വെക്കുക, കുട്ടികൾക്ക് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കുക, തൻ്റെ പേരക്കുട്ടികൾ മുതുകത്ത് വെച്ച് ആന കളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരുപാട് വിനയത്തിൻ്റെ അടയാളങ്ങളെ നമുക്ക് പ്രവാചകത്തിൽ കാണാൻ സാധിക്കും. അതുപോലെയാവാൻ നമ്മളും പരിശ്രമിക്കണം പരമാവധി. അതേപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞിട്ട് നമ്മൾ വിനയത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞ് വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർക്ക് വിനയത്തിൻ്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. ആരോട് വിഷയത്തിലാണ്? മാതാപിതാക്കളുടെ വിഷയത്തിലാണ്. മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മൾ ആ ഒരു വിനയം നമ്മൾ കാണിക്കുക. നമ്മൾ വർത്തമാനത്തിൽ അവരോട് പറയുന്ന വർത്തമാനങ്ങൾ വിനയത്തോടു കൂടിയായിരിക്കണം. ഒരിക്കലും മനസ്സിനെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ അവരെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പാടില്ല. ഇങ്ങനെ ഒട്ടനവധി ആയത്തുകളും ഹദീസുകളും ഈ വിനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കൃത്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് പകരമായിട്ട് നമ്മൾക്കൊരു അഹങ്കാരിയായിട്ട് മാറാൻ പാടില്ല. അഹങ്കാരിയായി മാറാൻ പാടില്ല. കാരണം അഹങ്കാരികൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. വലാ തംശു ഫിൽ അർളി മറഹ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് കൊടുക്കുന്ന ഉപദേശം, മോനെ നീ ഭൂമിയിൽ അഹന്ത കാണിച്ചുകൊണ്ട് നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു അഹന്ത കാണിക്കുന്നവരെ, ദുരഭിമാനികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയാ, വലാ തംശു ഫിൽ അർളി മറഹ, നീ ഭൂമിയിൽ അഹന്ത കാട്ടി നടക്കരുത്. ഇന്നക ലൻ തഖ്രികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. നീ എങ്ങാനും ഭൂമിയിൽ നടന്നിട്ട് ഈ ഭൂമിയെ പിളർത്താനും അല്ലേ അതുപോലെ തന്നെ പർവ്വതോളം ഉയരാനും നിനക്ക് സാധ്യമല്ല എന്ന് ഖുർആൻ തന്നെ മനുഷ്യനോട് പറയാണ്. കാരണം മനുഷ്യന് അഹങ്കരിക്കാൻ യാതൊരു അവകാശമില്ല, ഒരവകാശമില്ല. നമ്മളൊക്കെ ഭൂമിയിലേക്ക് പറന്നു വീഴുന്ന അവസ്ഥ ആലോചിച്ചോക്കെ നിങ്ങൾ. ഗർഭാശയത്തിലെ മനുഷ്യന്റെ അവസ്ഥകളെ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യം പിന്നെ ഇന്ദ്രിയത്തുള്ളിയായിരുന്നു, രക്തകട്ടയായി, മാംസപിണ്ഡമായി, മാംസപിണ്ഡ എല്ലുകൾ കൊണ്ട് പിന്നെ ആ എല്ലുകൾ മാംസകൊണ്ട് കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് അവസാനം ഒരു കുട്ടിയായിക്കൊണ്ട് പുറത്തേക്ക് പിന്നെ വരുന്നു. ഇങ്ങനെ ഈ ഘട്ടങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അവിടെ ഒന്നും നമ്മുടെ കൈക്കടത്തലുകളില്ല. വളരെ നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നമ്മൾ ജനിച്ചു വീണത്. എന്നിട്ട് ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴോ ആ ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിൽ ചെറിയ വേരിയേഷൻ വന്നാൽ കുട്ടികൾ മരണപ്പെട്ടു പോകും. വേണ്ട 2, 3, 4 സെക്കൻഡ് മൂക്കൊന്ന് ബുക്ക് പിടിച്ചാൽ കഴിഞ്ഞില്ല കഥ. ഇപ്പം അടുത്ത് കൊറോണ ഉണ്ടായ സമയത്തൊക്കെ മനുഷ്യൻ്റെ വില മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും മനസ്സിലാക്കി. ഒരു കണ്ണിൽ കാണാത്ത ജന്തുവിനെ പേടിച്ചിട്ടാണ് ആൾക്കാർ വിദേശത്തു നിന്ന് പോലും ആളുകൾ വരുമ്പോൾ ഇങ്ങോട്ട് കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് കയ്യട്ടിക്കായിരുന്നു. ആ ജാതി പേടിയ മനുഷ്യന്മാർക്ക് ഉണ്ടായത്. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കഥ അല്ലേ. ഒരു 2, 3, 4 തവണ നമ്മൾ വയറ്റിൽ പോയാൽ മതി. വയറ്റിലുള്ള സാധനം അതൊന്നുള്ളത് 2, 3, 4 തവണ അങ്ങോട്ട് പോയാൽ പിടിച്ചോളിന്ന് പറയും. കാരണം അത്രയും ബലഹീനനാണ് മനുഷ്യൻ. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ അവകാശം നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്പത്ത് അത് റബ്ബ് നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണത്. അത് റബ്ബ് ചില ആളുകൾക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കാതിരിക്കും. രണ്ടും പരീക്ഷണമാണ്. നമുക്ക് തന്നതിൻ്റെ പേരിൽ അഹങ്കരിക്കല്ല, മറിച്ച് കൊടുക്കാത്തവരെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. നമുക്ക് നൽകപ്പെട്ട സമ്പത്തിൻ്റെ ആ സ്രോതസ്സൊന്ന് ആലോചിച്ചോക്കൂ നിങ്ങൾ. ഒരുപാട് പിന്നെ സമ്പത്തിൻ്റെ ഉടമയാണ് ഒരു മനുഷ്യൻ. അദ്ദേഹം നോക്കേണ്ടത് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിനൊക്കെ ആധാരം ഉണ്ടാകും. ഈ ആധാരത്തിൻ്റെ അപ്പുറത്ത് അടിയാധാരം ഉണ്ടാകും. ഈ അടിയാധാരം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇതാരുടെ കയ്യിലായിരുന്നു. അതാരുടെ കയ്യിലായിരുന്നു? ഏതോ ഒരുത്തൻ്റെ കയ്യിലാണ്. അതിൻ്റെ കയ്യിൽ വന്നു. ഇനി എൻ്റെ മരണശേഷം എൻ്റെ മക്കൾക്ക് വീതിക്കുന്നു. ആ മക്കൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മക്കൾ വിൽക്കുന്നു. അങ്ങനെ അത് മാറിപ്പോകും. നമ്മൾ മരണപ്പെട്ടാലും ഈ ഭൂമി ഖിയാമത്ത് നാൾ വരെ ഇവിടെയുണ്ട്.
ഇവിടുത്തെ സമ്പത്ത് ഇവിടെയുണ്ട്, ഒന്നും യാതൊരു മാറ്റവും വരുന്നില്ല. പക്ഷേ മാറ്റമുണ്ടാവേണ്ടത് നമുക്കാണ്. നമ്മൾ അഹങ്കാരത്തോടു കൂടി നടന്നാൽ നമ്മൾക്ക് പോകേണ്ട ഇടമുണ്ട്, സ്വർഗം. അവിടെ പ്രവേശനമില്ല. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തെ കടക്കൂല. റസൂൽ പറയാ എന്തേ, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാൽ ദർറത്തിൻ മിൻ കിബ്ർ, അണു അളവോളം കിബ്ർ ഉണ്ടെങ്കിൽ, ആ മിസ്ഖാൽ ദർറത്ത് എന്നുള്ള ഭാഗം മനസ്സിലാക്കണം. അണു അളവ്, ഒരു ചെറിയ ശതമാനം, ഞാൻ അവനേക്കാളും ഉന്നതനാണ്, ഞാൻ അവനേക്കാളും സമ്പത്തുള്ളവനാണ്, ഞാൻ അവനേക്കാളും പാണ്ഡിത്യമുള്ളവനാണ്, ഞാൻ അവനേക്കാളും കഴിവുള്ളവനാണ് എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിട്ട് ആ ഒരു അഹംഭാവത്തോടുകൂടി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ പറയാ ലാ യദ്ഖുലുൽ ജന്ന, ഓ സ്വർഗത്ത് കിടക്കൂല, അവർക്ക് സ്വർഗമില്ല. മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് വിനയത്തോടുകൂടി നമ്മൾ ജീവിക്കുക. ഇല്ലേ, എത്ര സമ്പത്തുണ്ടെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലേ, ചില മാവിൻ്റെ ഒക്കെ കൊമ്പ്, നല്ല മാങ്ങയുള്ള കൊമ്പ് ഇങ്ങനെ താഴ്ന്ന് വരും, പറിച്ചോളിയിടാന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ നമ്മൾ ആ സമ്പത്തിൻ്റെ കനം കൊണ്ട്, റബ്ബ് നൽകിയ അനുഗ്രഹത്തിൻ്റെ കനം കൊണ്ട് നമ്മൾ താഴണം. നമ്മൾ ധാരാളമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം. നമുക്ക് ഇൽമുണ്ടെങ്കിൽ ആ ഇൽമിൻ്റെ കനം കൊണ്ട് നമ്മൾ താഴ്ന്നിട്ട് നമ്മൾ താഴേക്കടയിലേക്ക് നമ്മൾ വരണം. ഈ രൂപത്തിൽ വിനയത്തിൻ്റെ ഉടമകളായിട്ട് മാറുക, അതുപോലെ തന്നെ അഹങ്കാരമില്ലാത്തവരായിട്ട് മാറുക. അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക, മാറാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ യഥാർത്ഥ സൽസ്വഭാവികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സൽസ്വഭാവത്തിന് ഉടമകളായിട്ട് മാറുന്നതോടൊപ്പം തന്നെ ദുസ്വഭാവങ്ങളെ നമ്മൾ പാടെ പിഴുതെറിഞ്ഞ് കളയണം. അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ഓരോ ദുസ്വഭാവങ്ങളെ എടുത്തു കളയണം. ഒരുപാട് ദുസ്വഭാവങ്ങളെ സംബന്ധിച്ച് ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതിലൊന്നാണ് ഈ കോപം, പെട്ടെന്ന് കോപിക്കുക എന്നത്. ഒരിക്കൽ റസൂലിനോട് സഹാബി ചോദിക്കുന്നു, റസൂലെ എന്നെ ഉപദേശിക്കണം. അപ്പോൾ റസൂൽ ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്ന്. ഫറദ്ദദ മിറാദും, മിറാറൻ റസൂൽ ആവർത്തിച്ച് പറഞ്ഞു, ലാ തഗ്ളബ്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഈ കോപം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു വൈകല്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ അത് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകമായ വിഷയമാണ് കോപം എന്ന് പറഞ്ഞാൽ. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കോപം വരാം, മനുഷ്യന് വരാം. വരുമ്പോൾ അടക്കി നിർത്തണം എന്ന് പറഞ്ഞു. അതിനെ പിടിച്ചു നിർത്തണം. മൽപ്പിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല ശക്തവാൻ എന്ന് പറഞ്ഞാൽ, മറിച്ച് ദേഷ്യം വരുന്ന സമയത്ത്, കോപം വരുന്ന സമയത്ത് അത് പിടിച്ചു നിർത്തുന്നവനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാൻ കഴിയും, കോപം എന്നത് പിശാചിൽ നിന്നാകുന്നത്. പിശാചിൻ്റെ പ്രേരണ മൂലമാണ് വരുന്നത്. കാരണം മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉളു എടുക്കുക എന്നാണ് ഹദീസ് പറഞ്ഞു. കോപം വല്ലാണ്ട് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ഉളു എടുക്കുക. അതുപോലെ ഒരു ഹദീസിൽ കാണാം, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിം, നിങ്ങൾ കോപിക്കുന്നവനായിരിക്കെ നിൽക്കുന്ന സമയത്ത് കോപമുണ്ടെങ്കിൽ ഫൽയജ്ലിസ്, നിങ്ങൾ ഇരിക്കണം. ഫഇദാ ദഹബ അൻഹു അൽ ഗളബ് വഇല്ലാ ഫൽയൽതജി, ഇനി അതല്ല നിങ്ങൾ ഇരുന്നിട്ടും കോപം പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കിടക്കുക എന്നാണ്. എന്നിട്ടും കോപം ശമിപ്പിക്കണം. അപ്പം ആ രൂപത്തിൽ റസൂല് പറയാനുള്ള കാരണം അത് വലിയ അപകടമാണ്. പല കൊലപാതകങ്ങളും നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് മനസ്സിന് വല്ലാത്ത ഒരു രോഷം കൂടെ ആളിക്കത്തുന്ന സമയത്ത് പിന്നെ അങ്ങോട്ട് ചെയ്തു പോവുകയാണ്. പിന്നീടാണ് ആകപ്പാടെ വിഷമിക്കുന്നതും ബേജാറാകുന്നതും വെപ്രാളപ്പെടുന്നതും ഒക്കെ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കലും കോപം വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ദേഷ്യപ്പെടുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ ദേഷ്യമുള്ള സമയത്ത് കുട്ടികളെ അടിക്കാനോ എന്തെങ്കിലും പറയാനോ തയ്യാറാവരുത്. ദേഷ്യമുള്ള സമയത്ത് നമ്മളല്ല പറയണ്ടാവുക. അതുകൊണ്ട് ഒരുപാട് വൃത്തികെട്ട വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുക വേണ്ടത് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മൾ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് അവിടെ വൃത്തികെത്തി കാണാൻ കഴിയും. ഒരാളെ കാലും വെച്ചോട്ട് അല്ലെങ്കിൽ വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുക. അപ്പോൾ അതുവരെയുള്ള ഈമാനൊക്കെ നഷ്ടപ്പെടും.
ഒരു വണ്ടി തമ്മിൽ ഉരസ് അതൊന്ന് കൂട്ടിയിടിക്കുക, എന്തൊരു അബദ്ധവശാൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് വിട്ടുവീഴ്ചയും വിനയവും ഒക്കെ നമ്മൾ കാണിക്കേണ്ടത്. അതിന് പകരം അവിടെ ഇട്ട് അടുത്ത് ആക്ഷേപിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളും ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള പറച്ചിലൊക്കെ ചിലപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത വർത്തമാനങ്ങൾ വന്നു പോകാം. അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ കൃത്യമായ ശ്രദ്ധ നമ്മൾ കാണിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, മാനസികമായി ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെ ഉപദ്രവിച്ചാൽ റസൂൽ പറയാം, ഇയ്യാക വദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ യസ്അലുല്ലാഹ് ഹഖ്ഖഹു, അവൻ അല്ലാഹുവിനോട് അവന്റെ ഹക്കാണ് ചോദിക്കുന്നത്. വഅന്നല്ലാഹ ലാ യംനഉ ഹഖ്ഖഹു, അല്ലാഹു അവന്റെ ഹക്കിനെ ഒരിക്കലും തടയുകയില്ല. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ മാനസികമായിട്ട് ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. എന്തറിയോ, കുടുംബത്തിൽ പിന്നെ നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുമ്പോൾ മറ്റുള്ളവൻ്റെ മനസ്സിന് വേദന ഉണ്ടാക്കുകയാണെങ്കിൽ ആ വേദന നിമിത്തം അവൾ റബ്ബിനോട് ചോദിച്ചാൽ റബ്ബത് കൊടുക്കും. ചിലപ്പോൾ അപ്പം തന്നെ കിട്ടൂല, ജീവിതത്തിലുള്ള ഒരുപാട് സമയങ്ങളിൽ അതൊക്കെ അനുഭവിക്കും. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരില്ലേ, മക്കള് ഒരുപാട് സമ്പത്തൊക്കെ കൈവരുമ്പോൾ പിന്നെ മാതാപിതാക്കൾക്ക് ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറുകയാണ്. എന്നിട്ട് വേറെ വീട് വെച്ച് താമസിക്കുകയാണ്. ഉമ്മാനും ബാപ്പാനും നോക്കാൻ എത്ര കേസുകളാണെന്ന് അറിയോ. നമ്മൾ മരണ വീട്ടിൽ ചെന്നാലും അറിയാം, ഒരു മരണ വീട്ടിൽ ചെന്നാലും അറിയാം മക്കളെവിടെ ചോദിക്കുമ്പോൾ മക്കളിൻ്റെ ഭാഗത്തൊക്കെ ഉമ്മി ബാപ്പയോ ഓലും ഇവിടെ ഇരുന്നു നോട്ടണ്ടോ, പിന്നെ മുണ്ടൂല ആൾക്കാർ. അവിടെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടേ അടങ്ങൂ. അവർ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം റസൂല് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. എന്നാൽ പോലും ചിലപ്പോൾ മാനസികമായിട്ട് വിഷമം വരുമ്പോൾ ആ വിഷമം നിമിത്തം അവരെ കൈകൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളത് തട്ടിമാറ്റൂല. അതുകൊണ്ട് നമ്മൾ ആരെയും മാനസികമായി ദ്രോഹിക്കുന്ന, നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറരുത്. ആ ദുസ്വഭാവം നമ്മിൽ നിന്ന് മാറ്റിയെടുക്കുക. ഒന്നുകിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അവൻ്റെ മനസ്സിൻ്റെ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മുറിവുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങിപ്പോകും. മാനസികമായിട്ട് മുറിവേൽപ്പിച്ചാൽ അത് ഉണങ്ങൂല, അത് അവിടെ ഉണ്ടാകും. ചില ആൾ പറയാറുണ്ട്, ചില വാക്കുകളൊക്കെ അവൻ പറഞ്ഞത് മറക്കാൻ കഴിയൂല, പക്ഷേ പൊറുക്കാതിരിക്കാൻ മാർഗമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസികളായിട്ട് മാറാതെ നമ്മൾ ഒരു മുസ്ലിമായി, മുഅ്മിനായി, വിനയത്തോടുകൂടി, അഹങ്കാരമില്ലാത്തവനായി, ദുസ്വഭാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന, പരമാവധി ഒഴിഞ്ഞു മാറുന്നതുകൊണ്ട് നമ്മൾ ജീവിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സൽസ്വഭാവികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വഭാവത്തിൽ, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ സംഭവിച്ച അപാകതകൾ നീ പുറത്തു മാഫാക്കിത്തന്നെ റഹ്മാനെ. പടച്ചവനെ, എല്ലാവരോടും സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ പെരുമാറാനുള്ള നല്ല വിശാലമായ മനസ്സ് ഞങ്ങൾ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. പടച്ചവനെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന യഥാർത്ഥ അടിമകളാക്കി ഞങ്ങളെ നീ മാറ്റണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع